ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ പേര് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസ് 2025 സ്റ്റേജ് 1 ഓരോ സബ്ജക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഒരു ഹിസ്റ്ററി സെഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ. ആ ക്ലാസ് ആദ്യം കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും, അത് രണ്ടും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ അല്ലേ സർ? അതെ, അത് രണ്ടും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒരു കൺസെപ്റ്റിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അത് വന്നിരിക്കുന്നത്. ആ ഫസ്റ്റ് ചെയ്ത ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1949 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചായിരുന്നു. അത് ഫ്രീഡം, ഓക്കെ അല്ലേ? ഇന്ത്യൻ ഫ്രീഡം ആക്ടിനെ കുറിച്ചുള്ളതായിരുന്നു. 1947 അതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 സെക്കൻഡ് 1857 റിവോൾട്ടിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇനി 1857 റിവോൾട്ടിൽ എന്താണ് ഈ ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ഒന്ന്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇന്ത്യ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിൽ നമ്മൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് വരുവാണെങ്കിൽ കുറെ കൂടി ഈസി ആയിരിക്കും ഈ കൺസെപ്റ്റ് മൊത്തമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇനി ഇതിൽ പറയുന്ന ഒരു കാര്യമാണ് എന്താണ് ആക്ച്വലി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പാസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യണമല്ലോ. അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് 1947 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ട് കമ്പയർ ആയിട്ട് വേണം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ അതെല്ലാം ഇവിടെ പറയുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ആദ്യം പറയാനുള്ള കാര്യമുള്ളത്. രണ്ടാമത്, ഇതൊരു കണ്ടിന്യൂസ് ക്ലാസ് അല്ലേ? ഓക്കെ, ഹിസ്റ്ററിയുടെ ഇതൊരു കണ്ടിന്യൂസ് ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇനി വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളുമെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു എന്താ പറയാ വീഡിയോ സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ ഇതിനെ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് പക്ഷെ ഇതൊരു റിവിഷൻ പ്രോസസ്സാണ്. അപ്പൊ അതുകൂടി മനസ്സിൽ വെച്ചിട്ട് വേണം ഈ വീഡിയോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ എൻ്റെ പേര് കിരൺ. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്രി ലെവൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് @kiran സ്റ്റഡി സർക്കിൾ 123 എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. ഒരു ഗ്രൂപ്പ് ഉണ്ട് @kiran സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് എന്താ കമന്റ് ചെയ്യാവുന്നതാണ്, ഡൗട്ട് ചോദിക്കാവുന്നതാണ്, അതെല്ലാം ചെയ്യാൻ പറ്റും. ചാനലിലാവുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ആ ചാനലിൽ ഞാൻ പ്രധാനമായിട്ടും 10+2 ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇടുന്നുണ്ടാവുക. ഓക്കെ ഓക്കെ അപ്പോൾ ജനറൽ ഗൈഡൻസ് പറയാനുള്ളത്, കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ അവർക്കിത് റിപ്പീറ്റേഷൻ ആയിരിക്കും. പക്ഷെ ഓരോ വീഡിയോയുടെ സമയത്തും എന്താണ് ഏതാണെന്നുള്ളത് കൃത്യമായി പറഞ്ഞാലാണ് എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലാകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ 2025 സ്റ്റേജ് 1 ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷനാണ്. ഇതിൽ നമ്മൾ മോഡേൺ, മിഡീവൽ, കേരള, ഇന്ത്യൻ, വേൾഡ് ഹിസ്റ്ററി എല്ലാ 10 ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ടുള്ള മാക്സിമം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, റിലേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഇത് ഞാൻ ലൈവ് ക്ലാസ്സിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു, അതാണ് ആ മാക്സിമം ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. തൽക്കാലത്തേക്ക് ഇവിടെ ഇങ്ങനെ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ താഴെ കമന്റിൽ ഡൗട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ നേരിട്ട് എന്നോട് കോൺടാക്ട് ചെയ്തെങ്കിൽ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി പെട്ടെന്നായിരിക്കും. ഓക്കെ അല്ലേ? ഫൈൻ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിന്റെ ചെറിയൊരു റിവിഷനിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ: ദ INC നോട്ട് എഗ്രീഡ് ഇൻ 1947 ടു ദ പാർട്ടീഷൻ ഓഫ് ദ കൺട്രി മെയിൻലി ബിക്കോസ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ചിത്രം കണ്ടായിരുന്നു. പാർട്ടീഷന്റെ ഭാഗമായിട്ട് 1947 ഫ്രീഡം, ഇന്ത്യൻ ഫ്രീഡം ആക്ട് സൈൻ ചെയ്യുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടായിരുന്നു. ആ ചിത്രത്തിൽ നെഹ്റുജി ഭയങ്കര വിഷമത്തിലായിരുന്നു. മുഹമ്മദ് അലി ജിന്ന എന്തായിരുന്നു, സന്തോഷത്തിലായിരുന്നു. മൗണ്ട് ബാറ്റൻ എൻ്റെ അമ്മയെ കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ എന്തായിരുന്നു ആക്ച്വലി ഇനി എനിക്ക് സമാധാനത്തിൽ ഉറങ്ങാന്നുള്ള ഒരു സന്തോഷം കാണുന്ന സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. കറക്റ്റ് അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ
കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എ, ദ പ്രിൻസിപ്പിൾ ഓഫ് ടു നാഷൻ തിയറി വാസ് ദെൻ ആക്സെപ്റ്റബിൾ ടു ദെൻ. ടു നാഷൻ തിയറി ഇതല്ല, ഇതിനു മുമ്പ് തന്നെ 1947 അതിനു മുമ്പ് തന്നെ മുഹമ്മദ് അലി ജിന്ന പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ മുസ്ലിം ലീഗ് ഉണ്ടാകുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ടു നാഷൻ തിയറി 1947 കാര്യമല്ല. അപ്പൊ കാര്യം കഴിഞ്ഞു. ബി, ഇറ്റ് വാസ് ഇമ്പോസ്ഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആൻഡ് ദ കോൺഗ്രസ് വാസ് ഹെൽപ്ലെസ് ഇൻ ദിസ് റിഗാർഡ്. ഓക്കെ അല്ലേ? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്തതല്ല. ബ്രിട്ടീഷ് ഗവൺമെന്റിന് നമ്മൾ എങ്ങനെയാണോ സ്വാതന്ത്ര്യം കിട്ടാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലാണ് അവർ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുക. ഫോർ എക്സാമ്പിൾ, മൗണ്ട് ബാറ്റൺ വന്നപ്പോൾ മൗണ്ട് ബാറ്റൺ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ത് ചെയ്യണ്ട, ഇന്ത്യയെ വിഭജിക്കാതെ സ്വാതന്ത്ര്യം തരാം. ഓക്കെ, പാർട്ടീഷൻ വേണ്ട എന്നുള്ള രീതിയിലാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളത് കേട്ടില്ല. ഓക്കെ, നമുക്ക് പാർട്ടീഷൻ വേണമായിരുന്നു. കോൺഗ്രസ് അടക്കമുള്ളവർ പാർട്ടീഷനെ എതിർത്തിരിക്കുകയായിരുന്നു ആക്ച്വലി. പക്ഷെ പാർട്ടീഷൻ ഇല്ലാതെ കാര്യങ്ങൾ നടക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, സി, ദേ വാണ്ടഡ് ടു അവോയ്ഡ് ലാർജ് സ്കെയിൽ കമ്മ്യൂണൽ റൈറ്റ്സ്. ശരിയല്ലേ? ഓക്കെ, പാർട്ടീഷൻ ഉണ്ടായാൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാവും എന്നുള്ള കാര്യം ഷുവറാണ്. ഓക്കെ, ഓൾറെഡി കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹിന്ദു മുസ്ലിം പ്രശ്നമുണ്ട്, ഇപ്പോഴും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിലില്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം ഒഴിവാക്കുക എന്നതല്ലേ അവർ ആദ്യം നോക്കുന്ന കാര്യമായിട്ടുണ്ടാവുക? അതെ. ഓക്കെ, അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? സി. എന്തുകൊണ്ടാണ് INC ഈ 1947 പാർട്ടീഷനെ എഗ്രി ചെയ്യാതിരുന്നത്? അവർക്ക് എന്ത് ചെയ്യണം? ഒരു വലിയ ലാർജ് സ്കെയിൽ കമ്മ്യൂണൽ റൈറ്റ്സ് ഒഴിവാക്കണം. പക്ഷെ കമ്മ്യൂണൽ റൈറ്റ്സ് അവസാനം എന്ത് ചെയ്തു? നടന്നു. ഡി, ഇന്ത്യ വുഡ് ഹാവ് അതർവൈസ് ലോസ്റ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു അറ്റൈൻ ഫ്രീഡം. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, 1945 തന്നെ ബ്രിട്ടൻ പൊളിഞ്ഞിരിക്കുകയാണ്. ബ്രിട്ടൻ്റെ കയ്യിൽ പൈസ ഇല്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക പറഞ്ഞിരിക്കുന്നത്, ബ്രിട്ടനോട് പറഞ്ഞത് എല്ലാ കോളനിക്കും എന്ത് ചെയ്യുക? സ്വാതന്ത്ര്യം കൊടുക്കുക. നീ കാരണമാണ് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായത്. ഇനി ഒരു യുദ്ധം ഉണ്ടാവുന്ന എന്തായിരിക്കും? ടഫായിരിക്കും. ഏഷ്യയിലും ആഫ്രിക്കയിലും എല്ലാം സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്യും? കൂടുതൽ ശക്തമായിട്ട് വരും. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ അടുത്ത PYQ. ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു ദ പാർട്ടീഷൻ ഓഫ് ദി ഇന്ത്യ, ഗാന്ധിജി സജസ്റ്റഡ് ടു മൗണ്ട് ബാറ്റൺ. ഓക്കെ, ഇത് നന്നായിട്ട് മനസ്സിലാക്കാം. ഗാന്ധിജിക്ക് പാർട്ടീഷൻ വേണ്ടായിരുന്നു. കറക്റ്റ്. ഗാന്ധിജിക്ക് പാർട്ടീഷൻ വേണ്ടാത്തതിന് ഗാന്ധിജി 18 അടവും നോക്കി. പക്ഷെ പാർട്ടീഷൻ നടക്കുന്നു എന്നുള്ളത് ഷുവറായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക? അതിനുവേണ്ടി ഗാന്ധിജി സജസ്റ്റ് ചെയ്ത ഒരു ഐഡിയ ആണ് എന്ത്? ആക്ച്വലി ജിന്നയെ പ്രധാനമന്ത്രിയാക്കുക, ജിന്നയെ എന്ത് ചെയ്യുക? വിളിച്ചിട്ട് ഫോം ചെയ്യുക. എന്താണ്? ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടി വിളിക്കുക. ഓക്കെ, ഇതാണ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നെഹ്റുജിക്ക് ഇത് ഇഷ്ടപ്പെടുവോ? ഇല്ല. അപ്പൊ ഗാന്ധിജിയും നെഹ്റുജിയും തമ്മിൽ ഡ്രിഫ്റ്റ്, അതായത് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവാനുള്ള ഒരു സിറ്റുവേഷൻ ആണ് 1947 നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോ മൗണ്ട് ബാറ്റനോട് ഗാന്ധിജി പറഞ്ഞ കാര്യം എന്താ? ഇൻവൈറ്റഡ് ജിന്ന ടു ഫോം ദ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ ജിന്നയെ എന്ത് ചെയ്യും? വിളിക്കുന്നതായിരിക്കും. ആ ജിന്നയെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. ഇതാണ് ആര് ചെയ്യാൻ പോകുന്നത്? ഗാന്ധിജി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് എപ്പോഴും ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഗാന്ധിജി പാർട്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റ് വഴിയാണ്. ഫസ്റ്റ് തന്നെ ജിന്നയെ വിളിച്ചിട്ടില്ലേ? ഇനി ഒഴിവാക്കാൻ വേണ്ടി ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത പരിപാടിയുടെ പേരാണ് എന്തുള്ള ആക്ച്വലി ജിന്നയോട് ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്തായിട്ട് വരാൻ പോകുന്നത്? ആൻസർ ആയിട്ട് വരാൻ പറ്റും. ഓക്കെ അല്ലേ? ദ പ്രസിഡൻസ് ഓഫ് INC അറ്റ് ദ ടൈം ഓഫ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. രാജഗോപാലാചാര്യ അല്ല, ജവഹർലാൽ നെഹ്റു അല്ല, മൗലാന അബ്ദുൽ കലാം ആസാദ് അല്ല. ആരാണ്? ഓപ്ഷൻ ബി, JB കൃപലാനി ആണ്. അപ്പൊ JB കൃപലാനി നമുക്ക് എന്ത് ചെയ്യാം? നോക്കാവുന്നതാണ്. അദ്ദേഹമാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ടതും അതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഡിഗ്രി പ്രിലിംസ് 2025 സ്റ്റേജ് 1 നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഓർ വേർ ദ റിസൾട്ട് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857? ഓക്കെ, 1, ദ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ബെറ്റർ ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗവൺമെന്റ്. ഓക്കെ അല്ലേ? നല്ല ഗവൺമെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആക്ച്വലി ഒരു ആക്ട് പാസ് ചെയ്തു. പാസ് ചെയ്ത ആക്ടിന്റെ പേരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഓക്കെ അല്ലേ? ആ കാര്യം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഇന്ത്യയിലേക്ക് നല്ല ഭരണം കൊടുക്കാനുള്ള നിയമമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ നല്ല ഭരണം?
അത് നമുക്ക് മനസ്സിലാക്കണം. കറക്റ്റ്. അങ്ങനെ നല്ല ഭരണം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നോ? ഉദ്ദേശിച്ചെങ്കിൽ ആർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കൺസെപ്റ്റ് നമ്പർ 1. 2, the rule of East India Company ended and India was taken over by the British Crown. ഓക്കെ, ഇത് ബേസിക് ആയ ഒരു ഫാക്ട് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? റൂൾ എൻഡ് ചെയ്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ആക്ച്വലി ബ്രിട്ടീഷ് ക്രൗൺ ടേക്ക് ചെയ്തു. ഇതിൽ നമുക്ക് നോക്കാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂള് പൂർണ്ണമായിട്ട് എൻഡ് ആവുന്നത് 1858 ആക്ടിലാണോ, അതോ അതിന് മുമ്പേ എൻഡ് ആയിട്ടുണ്ടോ, അതോ ജസ്റ്റ് ഒഫീഷ്യൽ ആയിട്ട് പ്രഖ്യാപിക്കൽ മാത്രമാണ് 1850 നടന്നിരിക്കുന്നത്? ഇയാൾ എന്താ പറഞ്ഞ്? അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവിടെ അധികാരം ഉണ്ടായിരുന്നല്ലോ ഇന്ത്യയിൽ. ആ അധികാരം 1858 ആക്ടിലൂടെ ഒരു ദിവസം 1858 ആക്ട് കൊണ്ടുവരുന്നു, എന്നിട്ട് മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നു? അധികാരം ഒഴിവാക്കുന്നു. അതാണോ നടന്നിരിക്കുന്നത്? അതോ അധികാരം കുറച്ച് കുറച്ചായിട്ട് എന്ത് ചെയ്യുന്നു? ആക്ച്വലി എന്താ പറയാ, എടുത്തു കൊണ്ടുപോകുന്നു. 1858 മുമ്പ് തന്നെ അധികാരമെല്ലാം എന്ത് ചെയ്തു? പൂർണ്ണമായിട്ട് പോയി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ. അതിനുശേഷം 1858 ആക്ട് ചെയ്യാൻ പോകുന്നു. ജസ്റ്റ് എന്ത് ചെയ്യുക? അതൊന്ന് ഒഫീഷ്യലി എന്താ പറയാ, പബ്ലിഷ് ചെയ്യുക. ഇതാണോ നടക്കാൻ വേണ്ടി പോകുന്നത്? ഇതാണ് കൺസെപ്റ്റ് നമ്പർ 2, സ്റ്റേറ്റ്മെന്റ് നമ്പർ 2മായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3, ദ ഓഫീസ് ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ വാസ് ക്രിയേറ്റഡ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന 2 കൺസെപ്റ്റ് ആണ്. ഒന്ന്, ആരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്? ഓക്കെ. 2, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പദവി 1858 മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണ് വന്നത്? ഇതാണ് കൺസെപ്റ്റ് നമ്പർ 3 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. 4, കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ആൻഡ് ഡയറാർക്കി വേർ ഇൻട്രൊഡ്യൂസ്. ഓക്കെ, അപ്പൊ കമ്മ്യൂണൽ റെപ്രസെന്റേഷനും ഡയറാർക്കിയും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു, മുസ്ലിം, സിഖ് ഒക്കെ അങ്ങനെ പറഞ്ഞിട്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് കിട്ടും? റെപ്രസെന്റേഷൻ കിട്ടും. അത് 1858 ആക്ടിലില്ല. ഡയറാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ട ഭരണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ പാർലമെന്റ് 2 സഭയല്ലേ, അതേപോലെ സംസ്ഥാനത്ത് ഒന്നുണ്ടാവും 2 സഭ ഉണ്ടാവും, പാർലമെന്റിലും 2 സഭ ഉണ്ടാവും. അപ്പൊ സംസ്ഥാനങ്ങളിൽ 2 സഭ കൊണ്ടുവരാൻ പോകുന്ന ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ഡയറാർക്കി. അതും 1858 നടന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 3 സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇതുമായി ബന്ധമില്ല എന്ന് നമുക്ക് ഇപ്പൊ തന്നെ നോക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എയിൽ 4 ഉണ്ട്, അപ്പോ ഓപ്ഷൻ എ വരില്ല. ഓപ്ഷൻ ബിയിൽ 4 ഉണ്ട്, അത് വരില്ല. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. മലയാളത്തില് ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി എന്ത് ചെയ്തു? ഏറ്റെടുത്തു. 3, ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. സാമുദായിക പ്രാതിനിധ്യവും ഡയറാർക്കിയും നിലവിൽ വന്നു. ഓക്കെ അല്ലെ? ഇതാണ് സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളത്. അപ്പൊ അതിന്റെ ആൻസർ കിട്ടി ഓപ്ഷൻ സി. ഓക്കെ, ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കാരണം നിങ്ങൾ നോക്കിയിട്ടുള്ള കാര്യമല്ലേ? ഓക്കെ അല്ലെ? അപ്പൊ നമ്മളിവിടെ നോക്കാൻ പോകുന്ന കാര്യം ഈ സ്റ്റേറ്റ്മെന്റ്സും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആണോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഒരു റിവിഷൻ മോഡിൽ എടുക്കുക. ഓക്കെ, റിവിഷൻ ക്ലാസ് ആണ്. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക? കാര്യങ്ങൾ മനസ്സിലാക്കുക. തുടക്കം തൊട്ട് അവസാനം വരെ ഒരു സ്റ്റോറിയാണ്. ഓക്കെ, ഹിസ്റ്ററി എന്ന് വെച്ചാൽ സ്റ്റോറിയാണ്. സ്റ്റോറി നന്നായിട്ട് മനസ്സിലാവണം. ഓക്കെ, അല്ലാതെ ഈ കാണുന്ന വർഷങ്ങൾ ഓട്ടോമാറ്റിക്കലി കിട്ടും. ഹിസ്റ്ററി എപ്പോഴും സ്റ്റോറി പോലെ ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് എന്ത് ചെയ്യില്ല? മിസ്സാവില്ല. ഇത്രയും കാര്യം ഓക്കെ ആയോ? അത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇന്നത്തെ കഥയിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കഥ തുടങ്ങുന്നത് മക്കളെ 1600-ലാണ്. 1600-ൽ ക്യൂൻ എലിസബത്ത് 1 എന്ന് പറയുന്ന ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. എവിടെ? ഇംഗ്ലണ്ടിൽ. ഈ രാജ്ഞി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് എന്ത് കൊടുത്തു? ട്രേഡിനുള്ള അനുവാദം കൊടുത്തു. എന്താ സാർ ട്രേഡിനുള്ള അനുവാദം കൊടുത്ത് എത്ര വലിയ സംഭവമായിട്ട് മാറിയത്? ബ്രിട്ടനില് ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി എന്നുള്ള കമ്പനി മാത്രമല്ല, വേറെയും കമ്പനികളുണ്ട്. ശരി, അവരാരും ഇന്ത്യയിലേക്ക് വരില്ല. ഓ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രം എന്ത് ചെയ്യുള്ളൂ? ഇന്ത്യയിലേക്ക് വന്നിട്ട് വ്യാപാരം നടത്തുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം, എന്തുകൊണ്ടാ സാർ അങ്ങനെ? ഇന്ത്യയിൽ പോർച്ചുഗീസ് ഉണ്ട്, ഡച്ചുകാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്, അവരെല്ലാവരും ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരെ എല്ലാം എതിർത്ത് തോപ്പിച്ചിട്ട് ബ്രിട്ടന് അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം നമ്പർ 1. ആ ലക്ഷ്യം നമ്പർ 1 നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്പനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ബ്രിട്ടനിലെ കമ്പനികൾ തമ്മിൽ എന്താവും? ജഗടയാവും, അടിയാവും. ഓക്കെ അല്ലേ? അപ്പൊ ജഗട ബ്രിട്ടനിലെ കമ്പനികൾ തമ്മിൽ വേണ്ട.
ആരുമായിട്ട് മതി? ബ്രിട്ടനിലെ കമ്പനിയും ബാക്കിയുള്ള യൂറോപ്പിലെ കമ്പനിയുമായിട്ട് മതി. ഇതിനു വേണ്ടിയിട്ട് ക്യൂൻ എലിസബത്ത് ഒന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്ത ഒരു സംഭവത്തിന്റെ പേരാണ് മോണോപ്പൊളി എന്ന് പറയുന്നത്. മോണോപ്പൊളി എന്ന് വെച്ചാൽ എന്താ? കുത്തക അവകാശമാണ്. അപ്പൊ കുത്തക അവകാശം എന്ന് വെച്ചാൽ എന്താ? ബ്രിട്ടനിൽ നിന്ന് വേറൊരു കമ്പനിയും പോകില്ല. സാർ, അപ്പൊ ഇത് ക്യൂൻ എലിസബത്ത് എങ്ങനെ വായ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നാളെ ഇത് മാറ്റി പറഞ്ഞാലോ? മാറ്റാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള സംഭവത്തിന്റെ പേരാണെന്ത്? വാക്ക്. അത് മാറ്റി പറഞ്ഞാൽ പ്രശ്നമല്ലേ? അതുകൊണ്ട് എഴുതി ഒപ്പിട്ട് വാങ്ങണം. അതിന്റെ പേരാണ് ചാർട്ടർ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഒരു ചാർട്ടർ ആക്ടിലൂടെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ചാർട്ടറിൽ എന്താ പറഞ്ഞത്? 15 വർഷത്തേക്ക് ഇന്ത്യയുമായിട്ട് ബ്രിട്ടനിലെ വേറൊരു കമ്പനിയും എന്ത് ചെയ്യില്ല? വരില്ല. ഓക്കെ, ഡൺ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രം എന്ത് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇത് അൺലിമിറ്റഡ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അൺലിമിറ്റഡ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഇനി ഇങ്ങനെ ചാർട്ടർ ഒന്നുമില്ല, വേറൊരു കമ്പനിയും വരില്ല, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രം എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അത്രയും ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ 1608 അവര് വ്യാപാരികളായിട്ട് എങ്ങോട്ട് വന്നു? ഇന്ത്യയിലേക്ക് വന്നു. പിന്നുള്ള കഥ കൊച്ചു കുട്ടിക്ക് കൂടി അറിയാവുന്ന കഥയാണ്. എന്താണ് സാർ? അവരിവിടെ വന്നു, അവരിവിടെ കീഴടക്കി, നമ്മൾ എന്ത് ചെയ്തു? അവരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഓക്കെ, അങ്ങനെ അവർ വന്നിട്ട് ഓഗസ്റ്റ് 24, 1608 എന്ത് ചെയ്ത്? ഒരു ഫാക്ടറി ഉണ്ടാക്കി. എന്റെ ചോദ്യം നിങ്ങളോട്, നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം. ഏറ്റവും അത്യാവശ്യമായ സംഭവത്തിന്റെ പേരെന്താ? ഇതില്ലാതെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി പറ്റില്ല. കറക്റ്റ്. നിങ്ങൾ എല്ലാവരും മനസ്സിലാലോചിച്ചു. എന്റെ പേരാണെന്ത്? പൈസ. പൈസ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ പൈസ തരണം. തരാൻ പോകുന്ന ആളുടെ പേരാണ് ബ്രിട്ടീഷ് പാർലമെന്റ്. അപ്പൊ ബ്രിട്ടനിൽ ഒരു പാർലമെന്റ് ഉണ്ട്. അവരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? പൈസ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഇതാണ് വിജയുടെ വാരിസ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ഉണ്ട്, സിനിമയുണ്ട്. സാർ, ഇതൊന്നിനെപ്പോ ആവശ്യമുള്ളത് ഇതിലേക്ക് കൊണ്ടുവരുന്നത്? ഓക്കെ അല്ലേ? ഞങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ല. നോ പ്രോബ്ലം. നമുക്ക് ഇതിന്റെ കഥ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഇവിടെ ശരത് കുമാർ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയാണ് ഈ മുണ്ടെടുത്തോടെ ഇരിക്കുന്നത്. ഈ വ്യക്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയുടെ ഉടമസ്ഥരിൽ ഒരാളാണ്. ഡൺ. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഈ ശരത് കുമാർ നേരിട്ടല്ല ഇപ്പൊ ബിസിനസ് നടത്തുന്നത്. ഈ 2 മക്കളിലൂടെയാണ് ബിസിനസ് നടത്തുന്നത്. ഓക്കെ അല്ലേ? ബിസിനസിന്റെ ഫുൾ കൺട്രോൾ ഈ 2 മക്കളാണ്. ശരത് കുമാർ എന്ത് ചെയ്യുന്നു? പൈസ കൊടുക്കുന്നു, കാര്യങ്ങൾ നേടിയെടുക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ ശരത് കുമാറിന്റെ 60ാമത്തെ വാർഷികത്തില്, വിവാഹ വാർഷികത്തിന്റെ ഫോട്ടോ ആണ് കേട്ടോ ഇത്. ഈ 60ാമത്തെ വിവാഹ വാർഷികത്തിൽ അദ്ദേഹത്തിന് 2 കാര്യങ്ങൾ മനസ്സിലാവുന്നു. ഒന്നാമത്തെ കാര്യം, ഇരിക്കുന്ന എന്താ പറയാ, ഈ മകന് എന്തുണ്ട്? ആക്ച്വലി ഒരു അവിഹിത ബന്ധമുണ്ട്, സ്വഭാവ ദൂഷ്യമുണ്ട്. ഈ ഇരിക്കുന്ന ഈ മകൻ കമ്പനിയുടെ പൈസ കുറെ സ്ഥലത്ത് എന്ത് ചെയ്തു? തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് കമ്പനിയുടെ പൈസ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൊളാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ട്? അഴിമതി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ശരത് കുമാറിന് ഈ കമ്പനിയെ എന്ത് ചെയ്യണം? രക്ഷിക്കണമെങ്കിൽ ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ സ്വന്തമായി സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടി വേറെ എവിടെയോ പോയിട്ടുള്ള നമ്മുടെ നായകനായിട്ടുള്ള വിജയ് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഓക്കെ. അപ്പൊ വിജയ് എന്ത് ചെയ്യും? ഇവരെല്ലാവരെയും ചേർത്ത് ഈ കമ്പനിയെ രക്ഷിക്കും. ഇതാണ് വാരിസ് മൂവിയുടെ കഥ. ഓക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്ന നന്നായിട്ട് ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ ശരത് കുമാറാണ് ബ്രിട്ടീഷ് പാർലമെന്റ് എന്ന് വിചാരിക്കുക. ഈ ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ടല്ല ഈ കമ്പനി നടത്തുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്യാണ്? പൈസ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ 2 മക്കളുടെ സ്ഥാനത്ത് ഒരു വ്യക്തി ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന്റെ പേരാണ് റോബർട്ട് ക്ലൈവ്. ഓക്കെ അല്ലേ? അങ്ങനെ 1600 ഈ കമ്പനി ഉണ്ടാക്കിയിട്ട് 173ാമത്തെ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ 173ാമത്തെ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിന് 2 സത്യം മനസ്സിലാവുന്നു. സത്യം നമ്പർ 1, ഓക്കെ അല്ലേ, റോബർട്ട് ക്ലൈവിന് സ്വഭാവ ദൂഷ്യമുണ്ട്. സത്യം നമ്പർ 2, റോബർട്ട് ക്ലൈവ് എന്താണ്? ആക്ച്വലി ഒരു അഴിമതിക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ ഈ റോബർട്ട് ക്ലൈവിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അമേരിക്കയിൽ പോയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ വ്യക്തിയുടെ പേരാണ് വാറൻ ഹേസ്റ്റിങ്സ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കഥ.
അപ്പൊ കഥ ഒക്കെ ആയ അതെ. അപ്പൊ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പോവാണ്? വാറൻ ഹേസ്റ്റിങ്സിനെ കൊണ്ടുവരാൻ പോവാണ്. അങ്ങനെ 1773 നമ്മൾ കമ്പനിയെ ആദ്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. റെഗുലേറ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നിയന്ത്രിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, 1600 ചാർട്ടർ ആയിട്ട് ഉണ്ടായത്? അതെ. അതിനുശേഷം അത് അൺലിമിറ്റഡ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തോ? അതെ. ആരാ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റ്. എത്ര വർഷം കഴിഞ്ഞു? 173 വർഷം കഴിഞ്ഞു കമ്പനി ഉണ്ടാക്കിയിട്ട്. കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പൊ എന്ത് മനസ്സിലായി ബ്രിട്ടീഷ് പാർലമെന്റിന്? 2 സത്യങ്ങൾ. സത്യം നമ്പർ 1, റോബർട്ട് ക്ലൈവ് എന്താ? കറപ്റ്റ് ആണ്, അഴിമതിയുണ്ട്. സത്യം നമ്പർ 2, റോബർട്ട് ക്ലൈവിന് എന്തുണ്ട്? സ്വഭാവ ദൂഷ്യമുണ്ട്. അപ്പൊ നമ്മുടെ വിജയ് ആരാ? വാറൻ ഹേസ്റ്റിങ്സ്. വിജയ് എവിടെന്നാ വരുന്നത്? അത് വാറൻ ഹേസ്റ്റിങ്സ് എവിടെന്നാ വരുന്നത്? അമേരിക്കന്ന്. ഓക്കെ. അപ്പൊ വാറൻ ഹേസ്റ്റിങ്സിനോട് ഒരു പദവി കൊടുക്കണ്ടേ? ആ പദവിയുടെ പേരാണ് ഗവർണർ ജനറൽ ഓഫ് ആക്ച്വലി ബംഗാൾ. ഓക്കെ. അപ്പൊ പുള്ളി എന്തായി? അദ്ദേഹത്തിന് പദവി കൊടുത്തു, ഗവർണർ ജനറൽ എന്നുള്ള പദവി കൊടുത്തു. ഓക്കെ അല്ലേ? അങ്ങനെ ഗവർണർ ജനറൽ എന്നുള്ള പദവി കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലവും കൊടുത്തു. എവിടെ? വില്യം കോട്ട, ഫോർട്ട് വില്യമിന് കൊടുത്തു. എന്നിട്ട് ഈ ചാർട്ടറിന് 20 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. 20 വർഷം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ 20 കൂട്ടുക, 1793 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം ഇപ്പൊ വിജയ് വന്നിട്ടുണ്ട്. വിജയ് എന്ത് ചെയ്യും? കമ്പനിയെ റെഡിയാക്കും. ഈ ആക്ട് പാസ് ചെയ്ത ആരാ? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് ഈ ആക്ട് പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു ആക്ട് വന്നു. ആക്ടിന്റെ പേരാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഉണ്ടായിരിക്കുന്നത് 1784 ഓക്കെ. എന്റെ ചോദ്യം നിങ്ങളോട്, എത്ര വർഷത്തേക്ക് ആ ചാർട്ടർ എക്സ്റ്റെൻഡ് ചെയ്തത്? 20 വർഷത്തേക്ക്. അപ്പൊ ഇനി അടുത്ത ആക്ട് എപ്പോഴേ പാസ്സാവാൻ പറ്റുള്ളൂ? 1793 പാസ്സാവാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ എപ്പോഴാ പാസ്സായത്? 1784 പാസ്സായത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ആക്ട് പാസ് ചെയ്ത ആരാ? ബ്രിട്ടീഷ് പാർലമെന്റാണ് ഈ ആക്ട് പാസ് ചെയ്യുന്നത്. എന്താ പ്രശ്നം? വന്നത് വിജയ് അല്ല മക്കളെ, വന്നത് വിജയ് സേതുപതിയാണ്. സിനിമയുടെ കഥ എന്തല്ല? വാരിസല്ല. സിനിമയുടെ കഥ എന്താ? മാസ്റ്റർ ആണ്. വന്ന ആള് വില്ലനാണ്. ഓക്കെ അല്ലേ? അവളാക എന്ന് പറഞ്ഞിട്ട് ഇവളെ കെട്ടിയപ്പോ ഇവള് തെങ്ങി കയറി തേങ്ങിയിട്ടു എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്? ഒരു പഴഞ്ചൊല്ലുണ്ട്. അതേപോലെ റോബർട്ട് ക്ലൈവ് വേണ്ടാന്ന് പറഞ്ഞിട്ട് വാറൻ ഹേസ്റ്റിങ്സിനെ കൊണ്ടുവന്നപ്പോ വാറൻ ഹേസ്റ്റിങ്സ് എന്തായി? അതിനേക്കാളും വലിയ അഴിമതിക്കാരൻ, അതിനേക്കാളും വലിയ സ്വഭാവദൂഷ്യമുള്ള ആള്. ഇപ്പൊ ആകെ പ്രശ്നമായി. ഓക്കെ അല്ലേ? ഇഷ്യൂ ടോട്ടൽ ഇഷ്യൂ, ആകെ ഇഷ്യൂ. അങ്ങനെയാണെങ്കിൽ ഇനി വാറൻ ഹേസ്റ്റിങ്സും വേണ്ട, ഒന്നും വേണ്ട. ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്യാം? നേരിട്ട് കമ്പനിയിൽ ഇടപെടാം. ഇത്രയും കാര്യം ഓക്കെ ആയോ? ഓക്കെ. ഓക്കെ. നേരിട്ട് കമ്പനിയിൽ ഇടപെടാൻ വേണ്ടി പോവാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇടപെടുക? കമ്പനിയെ അവർ 2ആയിട്ട് പിരിക്കും. ഒന്നിന്റെ പേര് ബോർഡ് ഓഫ് കൺട്രോൾ. ഈ ബോർഡ് ഓഫ് കൺട്രോൾ ആണ് പൊളിറ്റിക്കൽ മാറ്റേഴ്സ് എല്ലാം നോക്കാൻ വേണ്ടി പോകുന്ന ആളായിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ബോർഡ് ഓഫ് കൺട്രോൾ എന്താ ചെയ്യുക? പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കും. രണ്ടാമത്തെ ആളുടെ പേരാണ് കോർട്ട് ഓഫ് ഡയറക്ടർ. ഈ കോർട്ട് ഓഫ് ഡയറക്ടർ ആണ് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഈ കൊമേഴ്ഷ്യൽ, എന്താണ് ഈ പൊളിറ്റിക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ വേണ്ടി 2 കാര്യമുണ്ട്. പൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ എന്താ? ഒരു രാജാവുമായിട്ട് യുദ്ധം നടത്തുക, ആ സ്ഥലം പിടിച്ചെടുക്കുക, അവിടെ എങ്ങനെ ഭരിക്കണം നോക്കുക, അതിനെല്ലാം പറയുന്ന പേരാണ് പൊളിറ്റിക്കൽ. കൊമേഴ്ഷ്യൽ എന്ന് വെച്ചാൽ എന്താ? ബിസിനസ് നടത്തുക, വ്യാപാരം നടത്തുക, പൈസ വാങ്ങുക. അങ്ങനെ കമ്പനിയെ 2ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഒന്നാമത്തെ സംഭവത്തിന്റെ പേര് ബോർഡ് ഓഫ് കൺട്രോൾ, രണ്ടാമത്തെ സംഭവത്തിന്റെ പേര് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഇങ്ങനെ കമ്പനിയെ 2ആയി ഡിവൈഡ് ചെയ്തു. ആരാണ് സാർ ബോർഡ് ഓഫ് കൺട്രോൾ, ആരാണ് സാർ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഓക്കെ അല്ലേ? ബോർഡ് ഓഫ് കൺട്രോളില് അവർ ചെയ്യാൻ പോകുന്നത് സിവിൽ കാര്യങ്ങളും മിലിറ്ററി കാര്യങ്ങളും. യുദ്ധം ചെയ്യാനും എന്താ പറയാ, രാജാക്കന്മാരുമാരെ ഡീൽ നടത്താനും ആ യുദ്ധം ചെയ്ത സ്ഥലങ്ങളിൽ എങ്ങനെയാ ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കാനും എല്ലാം എന്തുണ്ടാവും? ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് ഡ്യുവൽ സിസ്റ്റം ഓഫ് കൺട്രോൾ. ഓക്കെ. അതിൽ നമുക്ക് ഇതിന്റെ ഹെഡായി ഈ ബോർഡ് ഓഫ് കൺട്രോളിൽ നമുക്ക് 6 പേരുണ്ട്. ഒന്നാമത്തെ ആളുടെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇദ്ദേഹമാണ് ബോർഡിന്റെ പ്രസിഡന്റ്. രണ്ടാമത്തെ ആളുടെ പേരാണ് ചാൻസലർ ഓഫ് എക്സ്ചക്കർ. അപ്പൊ എക്സ്ചക്കർ എന്ന് വെച്ചാൽ എന്താ? ഖജനാവ്, പൈസയെ കൺട്രോൾ ചെയ്യാൻ പോകുന്ന ആള്. മൂന്നാമത്തെ ആളുടെ പേരാണ് 4 പ്രിവി കൗൺസിലേഴ്സ്. അപ്പൊ 4 കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പൊ മൊത്തം എത്ര പേരായി? 6 പേരായി. ഇദ്ദേഹത്തിന്റെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ആണ് ക്വസ്റ്റ്യനും ഉള്ളതാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു.
ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചാണ് എന്താണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഡ്യുവൽ സിസ്റ്റം വന്നു എവിടെ? കമ്പനിയിൽ. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിലെ കമ്പനിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്നിന്റെ പേര് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, രണ്ടാമത്തെ പേര് ബോർഡ് ഓഫ് കൺട്രോൾ. ഈ ബോർഡ് ഓഫ് കൺട്രോളിൽ സെക്രട്ടറി സ്റ്റേറ്റ് അടങ്ങുന്ന ഈ 6 പേരെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും? ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരിക്കും. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആരുടെ കയ്യിലായിരിക്കും? കമ്പനിയുടെ കയ്യിലായിരിക്കും. അപ്പൊ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ കയ്യിൽ എന്താണ് മക്കളെ ഉണ്ടാവുക? സിമ്പിൾ ആയ കാര്യമാണ്. അവരുടെ കയ്യിൽ എന്താ ഉണ്ടാവുക? എന്താണ്? കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. അപ്പോൾ വ്യാപാരമുള്ള നടത്താൻ പോകുന്ന ആരായിരിക്കും? ബ്രിട്ടീഷ് എന്താ പറയാ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെ. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യാപാരം നടത്തിയിട്ട് 10 രൂപ കിട്ടി. ആ 10 രൂപ എവിടെ ഇടുക? എക്സ്ചക്കറിൽ. എക്സ്ചക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗജനാവിലാണ് ഇടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആ ഗജനാവിന്റെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കയ്യിലായിരിക്കും. അപ്പൊ അഴിമതി ഇല്ലല്ലോ? ഇല്ല. നമ്മൾ ഗവർണർ ജനറലൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ? വെച്ച്. ഓക്കെ അല്ലേ? അയാളെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ? ഇല്ല. അങ്ങനെ നമ്മൾ പുതിയൊരു പോസ്റ്റ് ഉണ്ടാക്കി. പോസ്റ്റിന്റെ പേരെന്താ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അയാളായിരിക്കും ബോർഡ് പ്രസിഡന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഓക്കെ, അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണം പൂർണ്ണമായിട്ട് എന്ത് ചെയ്ത്? അവസാനിച്ചു. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റിന്റെ കാര്യങ്ങൾ മനസ്സിലായ? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഇപ്പോ 1773 തന്നെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇടപെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ എന്താണ് ആക്ച്വലി ഭരണത്തിൽ നിന്ന് മാറ്റാൻ പോകുന്നത് 1858 പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല. എങ്ങനെയാണ്? 1773 മുതൽ റെഗുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. 1784 ആകുമ്പോഴേക്ക് തന്നെ എന്ത് പറ്റി? എന്താ പറയാ, ബ്രിട്ടീഷ് പാർലമെന്റ് അതിൽ നേരിട്ട് ഇടാൻ വേണ്ടി തുടങ്ങി. അതിനു വേണ്ടിയിട്ട് ഡ്യുവൽ ഭരണ സംവിധാനം ഉണ്ടാക്കി. അതാണോ ഡയറാർക്കി? അല്ല. ഡയറാർക്കി എന്ന് വെച്ചാൽ എന്താ? ഡ്യുവൽ ഭരണ സംവിധാനം തന്നെ. ആ ഡ്യുവൽ ഭരണ സംവിധാനം എവിടെ ഉണ്ടാക്കണം? ഓക്കെ, എന്താണ്? നിയമസഭകളിൽ അല്ലെങ്കിൽ പ്രവിശ്യ കൗൺസിലിൽ. പ്രവിശ്യ കൗൺസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന സ്ഥലങ്ങളിലുള്ള ആളുകൾ, സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കണം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡയറാർക്കിയും ഡ്യുവൽ സിസ്റ്റം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഡ്യുവൽ സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ എന്റെ ചോദ്യം, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പദവി നമ്മളിപ്പോ പഠിച്ചല്ലേ ഉള്ളൂ? അതെ, അത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അല്ല, വെറും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്തിനുള്ളതാ? ബോർഡിന്റെ പ്രസിഡന്റ് ആണ്. ഏത് ബോർഡ് മക്കളെ? ബോർഡ് ഓഫ് കൺട്രോൾ ആണോ? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണോ? ബോർഡ് ഓഫ് കൺട്രോളിന്റെ പ്രസിഡന്റ് ആണ്. അപ്പൊ ബോർഡ് ഓഫ് കൺട്രോളില് പ്രസിഡന്റ് ആയിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ടായ വർഷം എപ്പോഴാ? 1784. ഏത് ആക്ട്? പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പോസ്റ്റ് ഉണ്ടായത് എപ്പോഴാണ്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് സംഭവങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായ? ഓക്കെ ആണ്? ഈ രണ്ട് സംഭവങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഓക്കെ, ഡയറാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ഗവൺമെന്റ് ആണ്. ഓക്കെ, ഡ്യുവൽ ഗവൺമെന്റ് എന്നാണ് ഡയറാർക്കിയിൽ പറയാ. നമ്മൾ പഠിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഡ്യുവൽ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ട് വിഭാഗങ്ങൾ ഒരുമിച്ചാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താ ഭരിക്കുന്നത്. ഒന്ന് ബോർഡ് ഓഫ് കൺട്രോൾ, രണ്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഇത്രയും കാര്യം ഓക്കെ ആയെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ള ഐഡിയ കിട്ടുന്നുണ്ടല്ല? ഓക്കെ, അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് പോകുന്നു. ഇപ്പോ എന്തുകൊണ്ട് വന്നു? ആക്ച്വലി നമ്മൾ ബോർഡ് ഓഫ് കൺട്രോളും പഠിച്ചു. ഇതിന്റെ പേരാണ് ഡ്യുവൽ സിസ്റ്റം ഓഫ് കൺട്രോൾ. ഡ്യുവൽ സിസ്റ്റം ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട്. ഡയറാർക്കി എന്ന് വെച്ചാലും രണ്ടാണ്. ഓക്കെ, അപ്പൊ ഡയറാർക്കി അല്ല, ഇതിന്റെ പേരാണ് ഡ്യുവൽ സിസ്റ്റം ഓഫ് കൺട്രോൾ. ആരൊക്കെയുണ്ട്? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ട്. ഓക്കെ, ഇത് എത്ര കാലത്തേക്ക് കണ്ടിന്യൂ ചെയ്തു? 20 വർഷം കമ്പനിയുടെ. ഓക്കെ, ഇത് എപ്പോ ഉണ്ടാക്കി? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ഉണ്ടാക്കി. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഇവിടെ ചാർട്ടറിൽ എത്ര വർഷത്തേക്കാണ് പറഞ്ഞത്? 20 വർഷത്തേക്ക് ചാർട്ടർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ചാർട്ടർ എന്ന് വെച്ചാൽ എന്താ പഠിച്ചത്? ഒരു ലെറ്റർ ആണ്. എത്ര കാലത്തേക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? വ്യാപാരം ചെയ്യാൻ പറ്റും. കറക്റ്റ് അല്ലേ? അങ്ങനെ 1773 20 കൂട്ടിയപ്പോഴാ 1793. ഓക്കെ, എന്നിട്ട് എന്ത് പറഞ്ഞു? ആക്ച്വലി കമ്പനിയുടെ ട്രേഡ് മോണോപ്പൊളി, അതായത് വ്യാപാരം ചെയ്യാനുള്ള മോണോപ്പൊളി 20 വർഷത്തേക്ക് കൂടി നീട്ടി.
അപ്പൊ എത്ര വർഷമായി? 1813 അപ്പൊ 1813 വരെ തൽക്കാലത്തേക്ക് എന്തുണ്ട്? മോണോപ്പൊളി ഉണ്ട്. പക്ഷെ ആരുടെ കൺട്രോളിലാ? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കൺട്രോളിലാ. ബ്രിട്ടീഷ് പാർലമെന്റ് എങ്ങനെയാ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്? ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ 1793 ഈ ആക്ട് പറഞ്ഞു. ഈ ആക്ട് എന്താ പറഞ്ഞത് ആക്ച്വലി? അതായത് കമ്പനിയുടെ പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ആർക്ക് വേണ്ടിയുള്ളതായിരിക്കും? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ വേണ്ടി ഉള്ളതായിരിക്കും. അപ്പൊ കമ്പനിയിൽ അവർക്ക് ഇനി എവിടെയും യുദ്ധം നടത്തണമെങ്കിലും, എവിടെയെങ്കിലും എന്ത് ചെയ്യണം? രാജാക്കന്മാരുമായിട്ട് ഡീൽ ഉണ്ടാക്കണമെങ്കിലും, ടാക്സ് ചുമത്തണമെങ്കിലും ഒക്കെ ആരുമായിട്ട് ഡീൽ ചെയ്തേ പറ്റുള്ളൂ? ബ്രിട്ടീഷ് ഗവൺമെന്റുമായി ഡീൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും മനസ്സിലാവുന്നുണ്ട്. ആ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് എന്ത് ചെയ്യണം? ആക്ച്വലി കമ്പനിയെ ക്രൗണിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ എന്താണ്, രാജ്ഞിക്ക് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഉള്ളത്. അത് പതുക്കെ 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 ചെയ്യുന്ന എന്താണ്? പ്രോസസ്സാണ്. അപ്പൊ 1793 ആയപ്പോ പൊളിറ്റിക്കലായ എല്ലാ കാര്യങ്ങളും ആരിടപെടും? ബ്രിട്ടീഷ് പാർലമെന്റ് ഇടപെടും. ഇനി കമ്പനിയുടെ കയ്യിൽ എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? കൊമേഴ്ഷ്യൽ. കൊമേഴ്ഷ്യൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? വ്യാപാരം ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ. എത്ര വർഷത്തേക്ക്? 20 വർഷത്തേക്ക്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആക്ട് എപ്പോഴാണ്? 1813. അതിന്റെ പേരാണ് ചാർട്ടർ ആക്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ഈ ആക്ട് എന്ത് പറഞ്ഞ ആക്ച്വലി? ക്രൗൺ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ക്രൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി. അപ്പൊ ഈ രാജാവിന്റെ അധികാരം എവിടെ ഉറപ്പിച്ച്? ഇന്ത്യയിൽ ഉറപ്പിച്ചു. ഓക്കെ. അപ്പൊ ഇന്ത്യയില് എല്ലാം എന്തായി? രാജാവിന്റെ കീഴിലാണ് എന്നെവിടെ പറഞ്ഞ്? 1813 പറഞ്ഞു. ഓക്കെ. കമ്പനിയുടെ റൂൾ എത്ര കാലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു? 20 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ. പക്ഷെ അവിടെ മോണോപ്പൊളി എന്ത് ചെയ്ത്? തീർന്ന്. മോണോപ്പൊളി എന്ന് വെച്ചാൽ എന്താ? ഇനി വേറുള്ള ആളുകളും വരും. ഇനി അവർക്ക് മോണോപ്പൊളി ഉള്ളത്, മോണോപ്പൊളി എന്ന് വെച്ചാൽ എന്താ? കുത്തകാവകാശം. അതുള്ള ഏതിൽ മാത്രമേ ഉള്ളൂ? ഒന്ന് ചായ, ടീ, തേയില. രണ്ടാമത്തെ ഒപ്പിയം. ഒപ്പിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറുപ്പ് എന്ന് പറയും, ഒരു ചെറിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് പോലത്തെ സാധനമാണ്. പഴയ സിനിമയിലൊക്കെ ഇങ്ങനെ ഹുക്ക വലിക്കുന്ന കണ്ടിട്ടുണ്ടാവും. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ. ഇത്രയും കാര്യം മനസ്സിലായ? അത് എവിടേക്ക് മാത്രം ഉള്ളതാണ്? ചൈനയിലേക്ക് മാത്രമുള്ളതാണ്. അപ്പൊ ഇന്ത്യയുടെ ഉള്ളില് അവരുടെ എന്ത് കഴിഞ്ഞ്? ട്രേഡ് മോണോപ്പൊളി കഴിഞ്ഞു. ഓക്കെ. ഇനി കമ്പനിക്ക് ട്രേഡിൽ എന്തെങ്കിലും ഉണ്ടാ? മോണോപ്പൊളി ഒന്നുമില്ല. വേറെ കമ്പനി വരും. ബ്രിട്ടീഷ് പാർലമെന്റ് ഡീൽ ചെയ്യുന്നുണ്ടാ? ബ്രിട്ടീഷ് പാർലമെന്റ് ഡീൽ ചെയ്യുന്നുണ്ട്. ഇനി കമ്പനി എന്താ മക്കളെ ചെയ്യുന്നത്? ചൈനയിലേക്ക് ചായ അല്ലെങ്കിൽ തേയില കയറ്റി അയക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒപ്പിയം കയറ്റി അയക്കുന്നു. അതിൽ മാത്രമേ ആർക്ക് മോണോപ്പൊളി ഉള്ളൂ? നമ്മുടെ കമ്പനിക്ക് മോണോപ്പൊളി ഉള്ളൂ. ഈ കാര്യം ഓക്കെയാണോ? അപ്പൊ ചാർട്ടർ എത്ര വർഷത്തേക്ക് നീട്ടിയത്? 20 വർഷത്തേക്ക്. ഓക്കെ അല്ലേ? എന്തിന്റെ മോണോപ്പൊളി? ചൈനയുമായിട്ടുള്ളതിന്റെ മോണോപ്പൊളി. ഇനി 1833, 13 20 കൂട്ടിയാൽ 33 അല്ലേ? 33 ചാർട്ടർ ആക്ട്. ഈ ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ പദവി എന്താക്കി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി. അങ്ങനെ ലോർഡ് വില്യം ബെന്റിക്ട് ആരായിട്ട് മാറി? ഫസ്റ്റ് ഗവർണർ ജനറൽ ആയിട്ട് മാറി. ഓക്കെ അല്ലേ? കമ്പനിയുടെ എല്ലാ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എന്തായി? ക്ലോസ് ആയി. ഇനി കമ്പനി എന്തായിരിക്കും? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി മാത്രമായിരിക്കും. ഓക്കെ. ചൈനയിലേക്ക് ഉണ്ടായിരുന്നില്ലേ? ആ ചൈനയിലേക്ക് ഉണ്ടായ ട്രേഡ് എന്ത് ചെയ്തു? കഴിഞ്ഞു. അങ്ങനെ ഇന്ത്യ ബ്രിട്ടന്റെ കോളനി ആയിട്ട് മാറി. ലീഗലി കോളനി ആയിട്ട് മാറി. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം, കമ്പനിയുടെ കയ്യിൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ 33 ശേഷം എന്ത് അധികാരമാണ് ഉള്ളത്? സാധനം വിൽക്കാനുള്ള മോണോപ്പൊളി ഉണ്ടാ? ഇല്ല. ചൈനയിലേക്ക് സാധനം കൊടുക്കാനുള്ള മോണോപ്പൊളി ഉണ്ടാ? അതുമില്ല. ഓക്കെ അല്ലേ? യുദ്ധം ചെയ്യാൻ പറ്റുമോ? അതും പറ്റില്ല. എന്തെങ്കിലും ടാക്സ് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. കമ്പനി എന്താണ്? വെറും അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി. അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ PSC പഠിക്കുന്നില്ലേ? LDC തൊട്ട് സെക്രട്ടറി, അസിസ്റ്റന്റ്, പഞ്ചായത്ത് സെക്രട്ടറി എല്ലാത്തിനും പഠിക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ അവിടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ പ്രധാന പണി എന്താ? ഫയൽ നോക്കുക, ഫയൽ കറക്റ്റായി ചെയ്യുക, അതിലുള്ള പണി കറക്റ്റായി ചെയ്യുക. ഇതല്ലേ ചെയ്യാനുള്ള പണിയുള്ളൂ. ഇതല്ലേ പണി. മനസ്സിലായ? അതിന്റെ പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. അത് മാത്രമേ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാം ആരാ ചെയ്യുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, എല്ലാം കഴിഞ്ഞ? സ്റ്റോറി എൻഡായ? ഓക്കെ. ഇനി കമ്പനിക്ക് എന്തെങ്കിലും പവർ ബാക്കിയുണ്ടാ? ഇല്ല. വർഷം എപ്പോഴായിട്ടുള്ളൂ? 1833 ആയിട്ടുള്ളൂ. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. 1858 അപ്പൊ എന്താ ചെയ്യേണ്ട കാര്യമുള്ളൂ? ഒഫീഷ്യലി പ്രഖ്യാപിച്ചാൽ മതിയോ?
എല്ലാ കാര്യങ്ങളും ഏകദേശം 1833 തന്നെ എന്തായി, എല്ലാം റെഡിയായി. ഇന്ത്യ ബ്രിട്ടന്റെ കോളനി ആയിട്ട് മാറി. ചാർട്ടർ മാത്രം എന്ത് ചെയ്തു, 20 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. എന്തിനാ ചാർട്ടർ എക്സ്റ്റെൻഡ് ചെയ്യണത്? ഇവിടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വേണോ വേണ്ടയോ, അത്ര മാത്രമേ ഉള്ളൂ. പേര് അങ്ങനെ തന്നെ വെക്കണോ വേണ്ടയോ എന്ന് മാത്രമേ എന്തുള്ളൂ, ബാക്കിയുള്ളൂ. അപ്പൊ 20 വർഷം പറഞ്ഞു കഴിഞ്ഞാൽ 1853 ചാർട്ടർ ആക്ട് ഓഫ് 1853. ഓക്കെ അല്ലെ? ഇതില് ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ടൈം പീരീഡ് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, എന്ത് ചെയ്യാൻ പോണില്ല, ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പോണില്ല. ഫാന്റാസ്റ്റിക്. അങ്ങനെയാണെങ്കിൽ എപ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള ബോർഡ് മാറ്റിയിട്ട് അവിടെ ഏത് ബോർഡ് വെക്കാം, ബ്രിട്ടീഷ് പാർലമെന്റ് എന്നുള്ള ബോർഡ് വെക്കാം. ആ ബോർഡ് വെക്കാൻ പോകുന്ന എപ്പോഴാണ്, 1858. അപ്പൊ കാര്യം മനസ്സിലായോ? ഓക്കെ അല്ലേ? എല്ലാം കഴിഞ്ഞു കേട്ടാ. അങ്ങനെ ഈ ചാർട്ടർ ആയിട്ട് 1853 ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള എന്താ പറയാ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ പേരാണ് ലോർഡ് ഡൽഹൌസി. ഈ കാര്യം ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താ പറയാ, ഡെയിലി പ്രിലിംസ് 2024 വന്നത്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് 1857 എന്തുണ്ടായത്, വിപ്ലവം ഉണ്ടായത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ കാര്യങ്ങൾ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. അപ്പൊ ഈ ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി വന്നു. നമ്മളിപ്പോ എവിടെ, ഏത് വർഷം എത്തി നിൽക്കുന്നുണ്ട് മക്കളെ? 53 എത്തി നിൽക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹള, ആ വിപ്ലവം ഉണ്ടാവാൻ പോകുന്ന വർഷം എപ്പോഴാ? 1857. 53നും 57നും ഇടയ്ക്ക് എത്ര വർഷമുണ്ട്? ഓക്കെ അല്ലേ? എത്ര വർഷമാണ് ഉള്ളത്? വേറെ ഒരു മിനിറ്റ്. എത്ര വർഷമാണുള്ളത്? സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ 4 വർഷം. ഓക്കെ. ആ 4 വർഷത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളും അതിന് മുമ്പുണ്ടായ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? എന്തുകൊണ്ടാണ് വിപ്ലവം ഉണ്ടായത്, ഇതാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതെ. അങ്ങനെ ഡിസംബർ 4, 1829 വന്നു. എന്താ സംഭവിച്ചത്? ബംഗാളില് സതി നിർത്തലാക്കി. സതി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ജീവനോടെ കത്തിക്കുകയാണ്. ഓക്കെ അല്ലെ? ആരെ? ഭർത്താവ് മരിച്ച സ്ത്രീകളെ ജീവനോടെ കത്തിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജീവനോടെ കത്തിക്കുക മാത്രമല്ല, കുഴിച്ചിടുകയും ചെയ്യാം. ഓക്കെ. ഒന്നെങ്കിൽ കുഴിച്ചിടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കത്തിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. ഇങ്ങനെയുള്ള ഈ ഒരു ആചാരം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ലോർഡ് വില്യം ബെൻഡിക്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ചെയ്തു, ഈ സതിനെ ഇല്ലീഗലാക്കി. ആരും ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവർക്കെതിരെ കോർട്ടിൽ കേസ് കൊടുക്കും. സർ, ഇന്ത്യയിൽ എവിടെ കോർട്ട്? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കോർട്ട് ഉണ്ട്. ആ കോർട്ടിൽ എന്ത് ചെയ്യും, കേസ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അതിന് നിയമം വേണ്ടേ? വേണം. ആ നിയമത്തിന്റെ പേരാണ് സതി റെഗുലേഷൻ ആക്ട്, റെഗുലേഷൻ നമ്പർ 17, 1829. അപ്പൊ 1829 റെഗുലേഷൻ നമ്പർ 17 പ്രകാരമാണ് എന്തുണ്ടാക്കിയിരുന്നത്, സതി ഉണ്ടാക്കിയിരിക്കുന്നത്. സതി ഉണ്ടാക്കിയതല്ല, സതി എന്ത് ചെയ്തത്, നിരോധിച്ചത്. രാജാറാം മോഹൻ റായ് ആയിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വ്യക്തി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ, സതി നിരോധിക്കാൻ വേണ്ടിയിട്ട് രാജാറാം മോഹൻ റായും വില്യം ബെൻഡിക്റ്റും മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ? അല്ല. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് മിഡീവൽ ഇന്ത്യയിലേക്കാണ്, മധ്യകാല ഇന്ത്യയിലേക്കാണ്. വർഷം 1582. അവിടെ അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാനായ എന്തുണ്ട്, ഒരു രാജാവുണ്ട്. മൊത്തം മുഗൾ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ ഡൽഹി സുൽത്താനായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ, ഓക്കെ അല്ലെ, അതിൽ തന്നെ ഏറ്റവും മഹാനായ രാജാവാണ് എന്ത്, അക്ബർ. ഇനി ഇന്ത്യയുടെ 12,000 വർഷം പഴക്കമുള്ള എന്താണ്, സിവിലൈസേഷൻ എടുക്കുകയാണെങ്കിൽ അതില് പ്രധാനപ്പെട്ട 4-5 ഭരണാധികാരികളെ ഉള്ളൂ. അതായത് ഏറ്റവും പവർഫുൾ